ദേശീയപാതയിൽ കായംകുളത്ത് കെ.എസ്.ആർ.ടി.സി ബസിന് തീപിടിച്ച സംഭവത്തിൽ വൻ അപകടം ഒഴിവായത് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സംയോജിതമായ ഇടപെടൽ മൂലം. സൈലൻസർ ഭാഗത്ത് നിന്ന് പുക വന്നത് ഗ്ലാസിലൂടെ കണ്ട ഡ്രൈവർ ബസ് നിർത്തുകയും കണ്ടക്ടർ ഞൊടിയിടയിൽ യാത്രക്കാരെ പുറത്തിറക്കുകയുമായിരുന്നു. കരുനാഗപ്പള്ളി തോപ്പുംപടി റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ.എസ്.ആർ.ടി.സിയുടെ ഓർഡിനറി വെസ്റ്റിബ്യൂൾ ബസ്സിനാണ് ദേശീയപാതയിൽ കായംകുളം MSM കോളേജിന് സമീപം വെച്ച് തീപിടിച്ചത്. അപകട സമയം 54 യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റിരുന്നില്ല. ഡ്രൈവർ കരുനാഗപ്പള്ളി സ്വദേശി സജി, കണ്ടക്ടർ കരുനാഗപ്പള്ളി സ്വദേശി സുജിത് എന്നിവരുടെ സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. വണ്ടി ഈ ജംഗ്ഷൻ ഈ സിഗ്നൽ കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ ശബ്ദം. പുള്ളിയെ ഞാൻ ബാക്കിൽ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഒരു ഏകദേശം 47 യാത്രക്കാരുണ്ടായിരുന്നു വണ്ടിയിൽ. അതിനുശേഷമാണ് ഈ സൗണ്ട് കേട്ടിട്ട് പുള്ളി വണ്ടി സൈഡിലോട്ട് ഒതുക്കി ചെറിയ കരിയുന്ന സ്മെല്ലും കൂടെ വന്നിട്ട് വണ്ടി സൈഡിലോട്ടാക്കിയിട്ട് ഞങ്ങൾ യാത്രക്കാരെയൊക്കെ സുരക്ഷിതമായിട്ട് ഇറക്കി കഴിഞ്ഞതിന് ശേഷം നോക്കിപ്പോയി. യാത്രക്കാർ ഇറങ്ങി വന്ന യാത്രക്കാരാണ് കണ്ടത് ഫ്രണ്ടിൽ തീ കിടക്കുന്നത് കണ്ടത്. അതിനുശേഷം പിന്നെ യാത്രക്കാരെല്ലാം ഇറക്കിയിട്ട് തീ അന്നേരം അണയ്ക്കാൻ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത സംഭവമായിട്ട് പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ഫയർഫോഴ്സ് വന്ന് തീ അണച്ചത്. അപ്പോഴേക്കും കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടി സർവീസാണ്. വെസ്റ്റിബ്യൂൾ. എൻ്റെ പേര് സുജിത്ത്. വെസ്റ്റിബ്യൂൾ. എത്ര യാത്രക്കാരുണ്ടായിരുന്നു? 47 യാത്രക്കാരുണ്ടായിരുന്നു. അവരെ ഇവിടെ സൈഡാക്കി നിർത്തിയിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറയില്ല. വണ്ടിക്ക് ചെറിയ കംപ്ലൈൻ്റ് ആയി നിങ്ങൾ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചെറിയൊരു സ്മെല്ല് പോലെ അടിച്ചപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് തന്നെ യാത്രക്കാർ ഡോറ് വലുതായതുകൊണ്ട് എല്ലാവരും ഇറങ്ങി പെട്ടെന്ന്. ഫ്രണ്ടിലും ബാക്കിലും ഡോറുണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് യാത്രക്കാരെല്ലാം അത് കണ്ടില്ല, ചെറിയ സ്മെല്ലടിച്ച് പിന്നെ അവിടുന്ന് പുക ഗ്ലാസ്സിൽ കൂടെ ഡ്രൈവർ കണ്ട് ഗ്ലാസ്സിൽ കൂടെ പുക വരുന്നത് കണ്ടപ്പോഴത്തേക്കാണ്. ONK ജംഗ്ഷനിൽ വണ്ടി നമ്മൾ സിഗ്നലിൽ നിന്ന് പിന്നെ സിഗ്നൽ ആയതിനു ശേഷം നമ്മൾ വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്ത സമയത്ത് പിന്നെ ചെറിയൊരു സൗണ്ട് ഫ്രണ്ടിൽ കാണിച്ച്. ആ ഫ്രണ്ടിലെ സൗണ്ട് കാണിച്ച സമയത്ത് തന്നെ ഈ വണ്ടിയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് നല്ലോണം സൈഡ് അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ സൈഡ് അടുപ്പിച്ചതിന് ശേഷം യാത്രക്കാരെ സേഫായിട്ട് ഇറക്കി. ഒരു ചെറിയ പുക സൈലൻസറിനകത്തോട് അധികമായിട്ട് കണ്ടപ്പോൾ തന്നെ ഈ വണ്ടി നമുക്ക് യാത്രയ്ക്ക് അനുയോജ്യമല്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മാക്സിമം സൈഡ് ഒതുക്കി ഇട്ട് കൊടുത്തുകൊണ്ട് ബാക്കി വണ്ടി ബ്ലോക്ക് ആകാത്ത രീതിയിൽ അവരെ യാത്രക്കാരെ ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ ചെറുതായിട്ടൊരു പുക കണ്ട് ഫ്രണ്ടിൽ എൻജിൻ സൈഡിൽ തുറന്നപ്പോൾ. അപ്പോൾ ആ തുറന്ന പുക കറുത്തതായതിൻ്റെ പേര് എവിടെ നിന്നാണിത് നമുക്ക് സ്പാർക്ക് അയക്കുന്നത് കാണാൻ പറ്റില്ല. നമ്മുടെ കയ്യിരുന്ന 3-4 കുപ്പി വെള്ളം ഉള്ളത് നമ്മൾ കുടിക്കാൻ കൊണ്ടുവരുന്നതോ അല്ലാതെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനോ കൈ കഴുകാനോ കൊണ്ടുവരുന്ന വെള്ളം ഉണ്ടായിരുന്നു. അതെടുത്ത് ഒഴിച്ച് നോക്കിയപ്പം അണയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. തീ നല്ലോണം ഒന്ന് അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ആ ഡീസലിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, മറ്റു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കണ്ടക്ടറെ ഞാൻ വിളിച്ച് ചോദിച്ചു ബാക്കിൽ എന്തെങ്കിലുമായിട്ട് പ്രശ്നമായിട്ടുള്ളതോ ഉണ്ടോ, ഒരു ചെറിയ സൗണ്ട് ഉണ്ടോ വണ്ടിക്കല്ലോ എന്ന്. പക്ഷേ അത് തീപിടുത്തം പൂർണ്ണമായതിന് നല്ലോണം പിടിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിൻ്റെ ആ രൂക്ഷമായ അവസ്ഥ മനസ്സിലാകുന്നത്. കാര്യം നമുക്ക് കാണാൻ പറ്റത്തില്ല, അകത്തുനിന്നുണ്ട് റെക്സിൻ കിടക്കുന്നുണ്ട്, ടാങ്കുകാരൻ്റെ പുറത്ത് റെക്സിൻ കിടക്കുന്നുണ്ട്, അതിലെ പുക വന്നില്ല. ഇറങ്ങി പുറത്ത് വന്നതിന് ശേഷമാണ് പുക അടിയിലോട്ട് താഴോട്ട് ചെറുതായിട്ട് തീ സ്പാർക്ക് ചെയ്ത് വീണ് കണ്ടത്. അപ്പോഴാണ് ഇത് പിന്നെ ഫയർഫോഴ്സിനെ 2 സൈഡും ബ്ലോക്ക് ചെയ്ത് പെട്ടെന്ന് നമ്മൾ തന്നെ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞ് ഇങ്ങോട്ട് വണ്ടി കടത്തി വിടരുത്, ഫയർഫോഴ്സിനെ വയ്ക്കാൻ പറഞ്ഞു. 2 സൈഡും ബ്ലോക്ക് ചെയ്ത് ട്രാഫിക് എന്തായാലും ഒരു പ്രശ്നമില്ല, ട്രാഫിക് ബ്ലോക്ക് പോലും ഉണ്ടാക്കാതെ ഫയർഫോഴ്സിനെ എത്തിക്കാൻ പറ്റി. നേരത്തെ തന്നെ നമ്മൾ 2 സൈഡും ബ്ലോക്ക് ചെയ്യിപ്പിച്ചാൽ. വണ്ടിയുടെ പഴക്കം ഇത് കേരളത്തിൽ ഈ ഒറ്റ വണ്ടിയുള്ളൂ, കെ.എസ്.ആർ.ടി.സിക്ക് വെസ്റ്റിബ്യൂളിൻ്റെ ഈ ഒറ്റ വണ്ടിയുള്ളൂ. അത് തിരുവനന്തപുരത്ത് സിറ്റിയിൽ ഓടിയ വണ്ടിയാണ്. ഇപ്പം ഈ റോഡ് പണി നടക്കുന്ന കാരണം നേരെയുള്ള സർവീസേ നടത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട ബസ് കായംകുളത്തെത്തിയതിന് പിന്നാലെയാണ് സൈലൻസർ ഭാഗത്തു നിന്നും പുക ഉയരുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. യാത്ര ആരംഭിച്ചതിനു ശേഷം പലതവണ ബസ്സിൽ നിന്നും പ്രത്യേക ഗന്ധം അനുഭവപ്പെട്ടിരുന്നത് ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നു. കായംകുളത്ത് വെച്ച് പുക ഉയർന്നതോടെ ദേശീയപാതയിൽ MSM കോളേജിന് സമീപം ഡ്രൈവർ ബസ് നിർത്തി. യാത്രക്കാരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് കണ്ടക്ടറും രംഗത്തെത്തി. യാത്രക്കാർ പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിലാണ് തീ ആളിപ്പടർന്നത്. കായംകുളത്തു നിന്നും എത്തിയ അഗ്നിരക്ഷാസേനയുടെ 3 യൂണിറ്റാണ് തീ അണച്ചത്. തിരുവനന്തപുരത്ത് നഗരത്തിൽ സർവീസ് നടത്തുന്ന വെസ്റ്റിബ്യൂൾ ബസ് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിൻ്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളിയിലടക്കം സർവീസ് നടത്താൻ എത്തിച്ചത്. CDNet ന്യൂസ്, കായംകുളം.